ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ശിഫായാണ്. ഹൃദയം പ്രകാശിക്കുകയും ഈമാൻ ഉണ്ടാകും. നല്ലതൊക്കെ ചെയ്യാൻ പിന്നീട് ഒരുപാട് തോന്നലുണ്ടാകും. രണ്ടാമത്തേത്, നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ പർവ്വത സമാനമുണ്ടെങ്കിലും പൊറുക്കപ്പെടുന്നതാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിന്റെ റഹ്മത്ത് കരുണ കിട്ടിക്കൊണ്ടിരിക്കും. നാലാമത്തേത്, ഒരുപാട് പദവികൾ ഉയർത്തപ്പെടാൻ. അഞ്ചാമത്തേത്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടാൻ ഇത് കാരണമാണ്. രണ്ടാമത്തെ പ്രതിഫലം, കണ്ണേറുണ്ടോ, സിഹർ കൊണ്ട് പ്രയാസപ്പെടുകയാണോ, ഇതെല്ലാം ആരാണോ ഈ സിഹറും കണ്ണേറും ചെയ്തത് അത് വെച്ചത് അവർക്ക് തന്നെ അത് തിരിച്ചടിക്കാൻ ഈ സ്വലാത്ത് നമ്മൾ നിത്യമായി ഓതി നമ്മളെ തന്നെ നമ്മൾ മന്ത്രിക്കണേ. ഹൃദയത്തിൽ കൈവച്ച് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. ഏഴാമത്തേത്, മലക്കുകളുടെ കാവലുണ്ടാകും. എട്ടാമത്തേത്, മരണം ഉണ്ടാകും. ഈമാൻ കിട്ടി മരിക്കാൻ ഇത് കാരണമാകും. ഒൻപതാമത്തേത്, ഹലാലായ ഒരുപാട് മുറാദുണ്ട്. ഈ സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. പത്താമത്തേത്, അവന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവലാണ്. 11ാമത്തേത്, പരലോക വിജയമാണ്, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം. അല്ലാഹ് പടച്ചോനെ, ഈ സ്വലാത്ത് ഞങ്ങൾക്ക് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാൻ. ഒന്ന് ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സാരി വളിയാഇഹാ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ.